10-20 വയസ്സുള്ള ചെറുക്കനാണ്. ഈ മോനെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയും കൊച്ചിൻ്റെ ചാച്ചനും കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞ സിസ്റ്ററെ ഇവനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പള്ളി പോവത്തില്ല, കുരിശ് വരയ്ക്കാൻ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കത്തില്ല. ഒരു ഭക്തിയായിട്ട് ഈ കൊച്ചു ഒന്നും ചെയ്യണതായിട്ട് ഇപ്പം കാണുന്ന വെച്ചാൽ പണ്ട് നല്ല ഭക്തിയുള്ളവനായിരുന്നു, എല്ലാ ദിവസവും പള്ളി പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ ഇങ്ങ് വലിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അവൻ പള്ളിയിലേ കയറാറില്ല. പിന്നെ ഒരു അച്ഛന്മാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനടുത്ത് ചെല്ലാറില്ല. അതുപോലെ തന്നെ ആരുടെയെങ്കിലും അടുക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരത്തില്ല. പ്രാർത്ഥനാ പുസ്തകം ഒരെണ്ണം എടുത്ത് കൊടുത്താലും അവനത് മേടിക്കത്തില്ല. അവൻ്റെ മുറിയിൽ നല്ല ഒന്നാന്തരം മാതാവിൻ്റെ ഒരു രൂപ ഇരുന്ന് അതെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഇപ്പം അടുത്തിടയ്ക്കായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുപ്പണുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ സോറി എന്ന് പറയത്തില്ലേ, അതുപോലെ സോറി എന്ന് പറയുക, 2 ചെട്ടത്തും അടിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും അല്ല, അതാരും കാണാത്ത രീതിയിലാണ് അവൻ ചെയ്യുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഇവരൊന്ന് ഉപദേശിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇവനാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോയി, കാനഡയ്ക്ക് പഠിക്കാൻ പോകണം എന്നോർത്തിട്ടൊക്കെ നടക്കുവാണ്. ഇപ്പൊ അവനതും ഇഷ്ടമില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കണ കാണാം. അപ്പൊ ഞങ്ങളോടത്ത് ഇനി വല്ല പെങ്കൊച്ചുങ്ങളോടായിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് ഇനി ബ്രേക്കപ്പ് ആയിട്ട് നിരാശാ കാമുകനായിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് അത് ചോദിച്ചിട്ട് അതും അല്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല സിസ്റ്റർ, ഒന്ന് ഉപദേശിക്കുക. അതിന് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇവരെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഈ മോനെ അടുത്തിരുത്തി അവനിരിക്കുവാണ്, നമ്മുടെ ചെയറിലിരിക്കുവാണ്. അവനോട് ഞാൻ ചോദിച്ചു, ഈ ചാച്ചനും അമ്മയൊക്കെ പറഞ്ഞത് നേരാണോ? നേരാണെന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയുക ചെയ്തേ. അപ്പം ഞാൻ ഓർത്ത് എന്തോ സംഭവം ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ സിസ്റ്ററിനോട് പറയണ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടും പറയരുത്, വേറെ ഒരാളും അറിയരുത്. പക്ഷേ എനിക്കെൻ്റെ മനസ്സിൽ സിസ്റ്ററിനോട് പറയാൻ തന്നെ നാണം വരുവാണ്. എനിക്കത് പറയാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, പറയും, എന്നെ വിശ്വസിക്കാൻ പറയും, കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നീ ഇത്ര അധികം വേദന അനുഭവിക്കുന്നത്. അവൻ പറയണ, സിസ്റ്ററെ എനിക്ക് പള്ളിയിലേക്ക് കയറുമ്പോഴത്തേക്കും കുരിശുരൂപം കാണുമ്പോൾ അല്ലെങ്കിൽ മാതാവിനെ കാണുമ്പോഴൊക്കെ എനിക്ക് വരുന്ന ചിന്ത വേറെയാണ്. വേറൊന്നും അല്ല, ലൈംഗിക ചൊവ്വയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പം അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല സിസ്റ്ററെ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈശോയെ ചീത്ത പറയണ കുറേ ചിന്തകളും വിചാരങ്ങളും വാക്കുകളുമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ദൈവത്തെ ഒരിക്കലും അങ്ങനെ ദുഷിക്കാൻ പറ്റത്തില്ല. അതൊരു ദൈവദൂഷണാണോ, അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം ടിപ്പിക്കലി ലൈംഗികമായിട്ടുള്ള ചില ചിന്തകളാണ് പള്ളിക്കകത്ത് കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്, മാതാവിനെ കാണുമ്പോൾ തോന്നുന്നത്, രൂപങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്, നിങ്ങളെപ്പോലെയുള്ള ഇപ്പം സിസ്റ്റേഴ്സിനെയോ അച്ഛന്മാരെയോ കാണുമ്പോഴൊക്കെ എനിക്ക് ആ ചിന്തകളെ എനിക്ക് വരുന്നുള്ളൂ. എനിക്കറിയാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നറിയാം, ഞാൻ ചിന്തിക്കരുതെന്നും അറിയാം. ഞാൻ അത്ര മോശമായി പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇതാണ് സിസ്റ്റർ എൻ്റെ പ്രശ്നം. അപ്പം ഇങ്ങനെ ഈശോയെ അല്ലെങ്കിൽ വിശുദ്ധരെയൊക്കെ ഇങ്ങനെ ഞാൻ ചീത്ത പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞ തെറി പറയുന്നു സിസ്റ്റർ, ഞാൻ തെറി പറഞ്ഞു പോകുവാണ് എന്ന് വെച്ചാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ. അപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനത് ഇങ്ങനെ എനിക്കൊരു തെറ്റ് വരാതിരിക്കാൻ തുപ്പിക്കളയണതാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് അതൊരു സോറി ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്. പക്ഷെ എനിക്കിത് വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ആ അവസ്ഥയിൽ നിന്ന് ആ കുട്ടിക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒട്ടും അവന്റെ പരിശ്രമത്തിൽ അതാണ് അവന്റെ കരച്ചില്. ഇത് ആരോട് പറയും ഇവൻ? ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെല്ലാം രീതിയിലേക്ക് പോകും? ഇതാണ് ശരിക്കും ഈ കുട്ടി വന്ന് പറയുന്നത്. നമ്മളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത്, എപ്പോഴോ ഇവന്റെ ഒരു കൗമാര പ്രായത്തിൽ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതേപോലെ ദൈവങ്ങളെ ചീത്ത പറയുന്ന ഏതോ ഒരു വീഡിയോയുടെ ഒരു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഒരു രംഗത്തില് ദൈവങ്ങളെ ചീത്ത പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഇതിന്റെ കണ്ടു ഹിസ്റ്ററി എടുക്കുമ്പോ എപ്പോഴും ഒരു നെഗറ്റീവ് വീഡിയോയോ സംസാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. നമുക്ക് എല്ലാ സമയത്തും അത് ഉണ്ടാവണമെന്നില്ല. ഇത് ഇവൻ പറയുന്നു, അന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് വരുമ്പോ ആ ചിന്ത എൻ്റെ തലേന്ന് പോകുന്നില്ലായിരുന്നു. കുറേ നാളത്തേക്ക് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അയ്യോ അതെന്തോ അങ്ങനെ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ ചെല്ലി പിന്നെ അതങ്ങ് മാഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് കേട്ട് എനിക്കൊരു ലാസ്റ്റ് 6 months ആയിട്ട് പതുക്കെ ഇതങ്ങ് കൂടി വരാനായിട്ട് തുടങ്ങി. എനിക്കത് പിടിച്ചിട്ട് ഇത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇതൊരു രോഗമാണെന്നുള്ളത്? ഇത് രോഗാവസ്ഥ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇത് ആരോട് പറയും? എന്തോ പ്രശ്നമാണെന്നറിയാം. ഇത് രോഗം മൂലമാണോ അതോ ഇനി എൻ്റെ മനസ്സിലുള്ള ചീത്ത മൂലമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ ഇതിപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വന്നേക്കുന്നത്. ഒരിക്കലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയില്ല
അതെ അവര് കൊണ്ടുവരുന്ന എന്തിനാ, ഒരു സിസ്റ്റർ അല്ലേ ഉപദേശിച്ചൊന്ന് നന്നാക്കിക്കോട്ടെ എന്നോർത്തുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ ആ ഒരു ഇവൻ പള്ളിയിലേക്കോ കാര്യങ്ങൾക്കോ പോകാത്തതിന്റെ ഒരു കാരണം കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് OCD സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഇതിന് ഈ ഒരു മരുന്ന് കഴിക്കേണ്ട വിധത്തിലുള്ള സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട അങ്ങനത്തെ അവസ്ഥയാണോ, അതോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അത് സംസാരിച്ച് തീർക്കാനോ സെഷനിൽ കൂടെ നടത്തി അല്ലെങ്കിൽ തെറാപ്പിയോ അങ്ങനെയൊക്കെ നടത്തി മാറ്റാവുന്ന ഒരു കാര്യമാണ്? ഇതിന് നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെയും കൂടി സേവനം ആവശ്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കൊമോർബിഡിറ്റി നോക്കും. അതായത് ഈ ഒരു രോഗത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന മറ്റു രോഗാവസ്ഥകളും ഇവർക്കുണ്ട്, അത് നമ്മൾ നോക്കും. കാരണം ഇത്രയും മാനസികമായിട്ട് ഇവൻ വിഷമിക്കുന്നുണ്ട്. ഇത്രമാത്രം അക്യൂട്ട് ആയപ്പോഴല്ലേ, ആരംഭത്തിലാണ് അത്രയും കുഴപ്പമില്ല. ഇല്ല, ആരംഭത്തിലാണ് ഇപ്പൊ ഒരു ചിന്തകൾ വരുന്ന, ആ ചിന്തകൾ മാറ്റാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചിന്ത വന്നിട്ട് അവന് തന്നെ അത് മാറ്റാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ, അതൊരു ചെറിയൊരു ഡിസ്ട്രെസ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇടയ്ക്ക് വരുന്നു, സംസാരിക്കുന്നു, അതിന് പറ്റുന്ന തെറാപ്പികൾ, കാര്യങ്ങൾ, റിലാക്സേഷൻ ഉണ്ട്, ERP പോലെയുള്ള തെറാപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇത് അവന്റെ ശാരീരികമായ എന്തെങ്കിലും കെമിക്കൽ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്നതാണോ, കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണോ? ഇതിപ്പോ നമ്മൾക്ക് പ്യുവർലി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ന്യൂറോളജിക്ക് സൈക്കോ ന്യൂറോ സിസ്റ്റത്തിലെ കൂടി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്തും മെഡിസിൻസും കൂടി എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ബ്രെയിനിലെ പല ഭാഗങ്ങളുടെയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഹൈപ്പർ സ്റ്റിമുലേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മള് അക്യൂട്ട് സ്റ്റേജിലായാൽ പോലും ഇത് ആവശ്യത്തിന് മരുന്ന് കഴിച്ച് നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് അങ്ങനെയൊന്നും വേണമെന്നില്ല അല്ലെ? ഇല്ല, വേണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ കൃത്യമായ മരുന്നുകളും ചികിത്സകളും അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിയും ഉണ്ട്. ഇതിനെ ഇപ്പം നമ്മൾ പറയുന്ന ഓരോ സിംറ്റത്തെയും എടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് ചേരുന്ന രീതിയിലുള്ള നമ്മുടെ തെറാപ്പി സിസ്റ്റം ഉണ്ട്. അപ്പൊ അതൊരു റെഗുലർ ഫോളോ അപ്പ് കാര്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഒരു സാഹചര്യങ്ങളെല്ലാം ഒരു അനുകൂലമായി തീർന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.